സ്മോൾ 40, ബിഗ് 10 അല്ലേ? ഓ അങ്ങനെ, അത് ശരി. കുറച്ച് പേരൻസ് സ്റ്റോക്കും കൂടി ആക്കി. ഷീച്ച 8 മുട്ട ഡെയിലി കിട്ടുമോ? കുറച്ച് പേരൻസ് സ്റ്റോക്കും കൂടി ആക്കിയാൽ നല്ലതല്ലേ? വലിയ കോഴികളെ കുറച്ചും കൂടി ആക്കിയാൽ എന്ത് ചെയ്യാ? നോ. നിമിഷം എന്താ നോ പറഞ്ഞത്? മനസ്സിലായില്ല. ഷീച്ച അതെ. അയ്യോ, ഞാൻ പോട്ടെ. ആരും ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ചടപ്പ് പോലെ തോന്നും. നിങ്ങൾക്ക് എൻ്റെ മുഖം ഇങ്ങനെ കണ്ടെടുക്കാം. ഞാൻ എൻ്റെ മുഖം തന്നെ ഇങ്ങനെ കാണണം. അതിൽ കുറച്ച് ലൈക്കൊക്കെ നോക്കും, അല്ലെങ്കിൽ ആരൊക്കെ വന്ന് നോക്കും, കുറച്ച് കമൻ്റൊക്കെ നോക്കും. ഇതല്ലാണ്ട് ഞാൻ എന്ത് നോക്കാനാ? പിന്നെ ഞാൻ ചോദിച്ചാൽ ആരും ഒരു മറുപടിയും പറഞ്ഞില്ലല്ലോ. നമ്മുടെ കോഴികളുടെ വീഡിയോ ഒക്കെ നിർത്തിയിട്ട് നമ്മൾ കണ്ടന്റ് മാറ്റി പിടിച്ചാലോ? ആരും ഒന്നും പറയുന്നില്ല, അഭിപ്രായം പറയുന്നില്ലല്ലോ. പേരൻസ് സ്റ്റോക്ക് എത്ര വേണമെന്നല്ലേ? പേരൻസ് സ്റ്റോക്ക് ഒരു 10-30 ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. മുട്ടയിടാനും വിരിയിപ്പിച്ചിറക്കാനും അങ്ങനെ ഒരു 20 നോക്കിയാൽ നല്ലതായിരിക്കും. മുട്ട ഡെയിലി നമുക്ക് നല്ലൊരു മുട്ട കിട്ടൂലേ? പേരൻസ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നല്ലതാണ്, നോക്കാം. അതെ, ഏതായിട്ടും കോയിനൊക്കെ വളർത്തിയല്ലേ, അന്നപ്പോൾ പേരൻസ് സ്റ്റോക്ക് ആക്കി വെക്കുന്നത് നല്ലതായിരിക്കും. കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിയിപ്പിച്ച് സെയിൽ ചെയ്തൂടെ? വലിയ കൂടൊക്കെയാണോ? വിജിത വിജി എവിടെ? അജൂസ് നേരെ പോയിട്ടുണ്ടാവില്ലേ? ഇതാണ് ഞാൻ ഇനി ലൈവിൽ വരൂല. ഞാൻ ലൈവിൽ വന്നിട്ട് വെറുതെ ഇങ്ങനെ ഫുള്ളായിട്ടിരിക്കാൻ വയ്യ. മുത്തെന്ത് ചെയ്യാ? അതിനെക്കൊണ്ട് പിന്നെ ആക്കാൻ പറ്റുമൊന്നുമില്ല. മുത്തുമോള് വികൃതി കളിക്കുക. ഞാനിത് ഓഫാക്കി വെച്ചിട്ടേ ഞാൻ എന്തൊക്കെയോ ഇങ്ങനെ പറയേ, എല്ലാവരും പോയി എന്ന് പറയാ. ഞാൻ ആരും ഇല്ലാന്ന് പറയാ, പോകാം എന്ന് പറയുകയായിരുന്നു.